സമയത്ത് ഇമാമായ നിസ്കരിക്കുന്നത് ഇമാമായിട്ടായി പ്രിയപ്പെട്ടവരെ ഉന്നതങ്ങൾ നിസ്കരിക്കുന്നത് ആ സമയത്ത് ബാക്കിലൂടെ വന്നിട്ട് കത്തിക്കൊണ്ട് കുത്തുകയാ കത്തിക്കൊണ്ട് കുത്തുകയാ സ്വഹാബത്തുകളെല്ലാവരും അവിടുന്ന് ഇമാമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും നിസ്കരിക്കുന്ന സമയമാ ഈ അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യയായ പക്ഷേ അടുത്ത നിസ്കാരത്തില് ആ സമയത്താണ് നിസ്കരിക്കുന്നത്. പെട്ടെന്ന് മുന്നിലേക്ക് കയറുന്നിട്ട് ഇമാമായി നിസ്കരിച്ചതിന് ശേഷം എന്നിട്ട് അതാ ഇമാമാ ജമാഅത്ത് പരിപൂർണതയിലേക്ക് എത്തിക്കുകയാണ്. ആ ജമാഅത്ത് പൂർത്തിയാക്കുകയാണ്. എന്നിട്ട് അതാ അപ്പോഴൊന്നും ഉന്നതങ്ങൾക്ക് ബോധം വന്നിട്ടില്ല. രക്തം വാങ്ങുന്നുണ്ട്. അപ്പോഴത്തെ കുത്തിയിട്ടങ്ങോട്ട് മാറുന്നുണ്ട്. ഓടിപ്പോവുകയാണ്. ഉന്നതങ്ങൾ ബോധരഹിതരായി അവിടുന്ന് ചോര പറ്റിയിട്ടങ്ങോട്ട് കിടക്കുകയാണ്. നിസ്കാരം പരിപൂർണതയിലേക്ക് എത്തിയ സമയത്തുള്ളല്ലോ ആരും വിളിച്ചിട്ടും ഉന്നതങ്ങൾ കേൾക്കുന്നില്ല. ആരും വിളിച്ചിട്ടും ഉന്നതങ്ങൾ കേൾക്കുന്നില്ല. ആ സമയത്ത് അബ്ദുല്ലാഹ് പറയുന്ന മകൻ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ഉപ്പയെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ ഉപ്പയെ വിളിക്കേണ്ടത് ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ സമയത്ത് മകൻ വന്നുകൊണ്ട് ഉപ്പയുടെ ചെറിയുടെ ഭാഗത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയമായി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഉന്നതങ്ങൾ പെട്ടെന്ന് എഴുന്നേൽക്കുക. അതാണ് ഉന്നതങ്ങളുടെ പ്രിയപ്പെട്ടവര്. ഉന്നതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടോ നിങ്ങള്? ഞാൻ ഇമാമത്തായി നോക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു പത്തുകൊണ്ട് കുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരങ്ങൾ പൂർത്തിയാക്കിയോ എന്ന ഉന്നതങ്ങൾ ചോദിക്കപ്പെടുമ്പോ എന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര നമസ്കാരങ്ങളാക്കിയിട്ടുള്ളത്? എത്ര നമസ്കാരങ്ങളാണ് നമ്മളൊക്കെ വേണ്ടാത്തതിന്റെ രൂപത്തില് സമയമില്ലാത്തതിന്റെ അവസ്ഥയില് നിസ്കാരം ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളെ വിടുന്നതല്ല. അല്ലാഹു നമ്മളെ വിടൂല. അല്ലാഹു തൗഫീഖ് നൽകാൻ കഴിയട്ടെ. ഇവിടെ നിസ്കാരം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ചെയ്യണം. നിസ്കരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ബറക്കത്ത് അല്ലാഹു നൽകൂല. നിസ്കരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 10-5 മിനിറ്റ് മാത്രം മതി. ആ സമയം മാറ്റി നിർത്താൻ. നിസ്കരിക്കാത്തവൻ ഒരു നായയുടെ വില പോലും അല്ലാഹു കൽപ്പിക്കുന്നില്ല. നായയുടെ വില പോലും അല്ലാഹു കൽപ്പിക്കുന്നില്ല. എന്നാൽ ഖബറിന്റെ അവസ്ഥയോ ഭയാനകരമായ രീതിയിലായി ഖബറിന്റെ അവസ്ഥ ഉണ്ടായിരിക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് നിസ്കാരം. അങ്ങനെ അതാണ് സമയത്ത് ഹബീബായ നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ഇങ്ങനെ പെണ്ണ് കടന്നു വരുന്നുണ്ട്. മദീനയിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. മദീനയിലൂടെ ചുറ്റുഭാഗത്തിലൂടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് വിദൂരമായ സ്ഥലത്താണ് കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങളെ ആയിഷ ബീവിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ അതാ പെണ്ണ് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അയ്ന യാ റസൂലല്ലാഹ്, എവിടെയായി എന്റെ ഹബീബായ നബി തങ്ങളെ? എനിക്കൊന്ന് ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണണോ? ലോകത്തിന്റെ നേതാവിനെ ഒന്ന് കാണണോ? എനിക്കൊന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടാതാ ആ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു നടക്കുന്നുണ്ട്. സ്വഹാബത്തുൽ കിറാം ആയിഷ ബീവിയുടെ വീട് പറഞ്ഞു കൊടുത്തു. ആ പെണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടുന്ന് അതാ ഹബീബായുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. സന്നിധിയിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ടെന്താ ഹബീബായോട് പറയുന്നുണ്ട്? എന്താ പറയുന്നത്? യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ വലിയ തെറ്റ് ചെയ്തവളാ. ഞാൻ വലിയ തെറ്റ് ചെയ്തവളായ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്,
എന്ത് തെറ്റാ പെണ്ണാ ചെയ്തിട്ടുള്ളത്, നീ എന്ത് തെറ്റ് പെണ്ണാ നീ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ നബിയെ ഞാനൊരു വിദൂരമായിട്ടുള്ള സ്ഥലത്ത് നിന്നാ കടന്നു വരുന്നത്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, എനിക്ക് അല്ലാഹു അത് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നബിയെ തങ്ങളുടെ സമീപിച്ചതാ, എനിക്കതിനുള്ള മാർഗമാണ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു ചെയ്ത തെറ്റാണ്, നീ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ നബിയെ എന്റെ ഭർത്താവ് ഒരു വിദൂരമായ സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോയി വിദൂരമായ സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ ഒരു അന്യപുരുഷനുമായി ബന്ധപ്പെട്ട് യാ റസൂലല്ലാഹ് വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്. ആ വ്യഭിചരിച്ച സമയത്ത് എനിക്കൊരു കുഞ്ഞുണ്ടായി നബിയെ, ആ കുഞ്ഞുണ്ടായി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഗർഭം ധരിച്ചു. അങ്ങനെ എന്റെ ഭർത്താവ് അറിയാതെ ഞാൻ ആ ഒരു ഗർഭം ധരിച്ച കുട്ടിയെ കൊണ്ടു നടന്നു. അങ്ങനെ കുട്ടി പ്രസവിച്ച സമയത്തുണ്ടല്ലോ നബിയേ എന്റെ ജോലി എന്താണെന്ന് അറിയാമോ, എനിക്ക് സുർക്ക കച്ചവടം ചെയ്യുന്ന പെണ്ണാണ് യാ റസൂലല്ലാഹ്, ഞാൻ സുർക്ക കച്ചവടം ചെയ്യുന്ന പെണ്ണാണ് യാ റസൂലല്ലാഹ്. അങ്ങനെ ഞാൻ കുട്ടിയെ പ്രസവിച്ച സമയത്ത് ഞാൻ വലിയൊരു കുപ്പിയിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരവേറിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡോസ് ഓടിയിട്ടുള്ള ഒരു വലിയ കുപ്പിയിലേക്ക് ഞാൻ ഈ കുഞ്ഞിനെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് സുർക്കയും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് കുഴിച്ചു കൂടിയ റസൂലല്ലാഹ്. എന്നിട്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കിയപ്പോ ആ കുട്ടിയുടെ എല്ലാ ശരീരങ്ങളും ആ സുർക്കയിലേക്ക് ലയിച്ചു തീർന്നിട്ടുണ്ട് യാ റസൂലല്ലാഹ്. എന്റെ ആ ഒരു കുട്ടി എന്ത് ചെയ്തു, ആ സുർക്കയിലുള്ളതായിട്ട് അതിലെ എല്ലും എല്ലാ രക്തങ്ങളും എല്ലാം അതിൽ ലയിച്ചു ചേർന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആ ഗൗരവമേറിയിട്ടുള്ള നല്ല സ്വാദുള്ള ആ സുർക്ക ഞാൻ എന്ത് ചെയ്യുന്ന കച്ചവടം നടത്തിയ റസൂലല്ലാഹ്. അപ്പോൾ ഹബീബായ നബികൾ ചോദിക്കുന്നുണ്ട്, ഹബീബായ നബികൾ ഈ ഒരു ചെറിയൊരു കാര്യം കേട്ടതോടുകൂടി കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആരൊക്കെ കഴിയുക, ആരൊക്കെ ചെയ്യാൻ സാധിക്കുക, എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാ അത് ഇങ്ങനെയുള്ള പെണ്ണിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് പടച്ചവനോട് പേടിയില്ലാതെ, പടച്ചവനെ കുറിച്ചൊരു ചിന്തയുമില്ലാതെ, അല്ലാഹനെ കുറിച്ചൊരു കാര്യങ്ങളില്ലാത്ത ഒരു പെണ്ണിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാ. അങ്ങനെ ഇത് കേട്ടപാടുള്ള നിബിധങ്ങൾ കരയുകയാണ്, നിബിധങ്ങളുടെ കൺപോളുകളുടെ കണ്ണുനീർ വരികയായ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ ഹബീബായ നിബിധങ്ങളെ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നി അറാ അന്നക തറകി സ്വലാത്ത അസ്രി. നീ എല്ലാ ദിവസങ്ങളിലും അസ്ർ നമസ്കാരം നീ ഖളാഅക്കുന്നവളല്ലേ, നീ അസ്റാണ് ഖളാഅക്കുന്നവളല്ലേ, അസ്ർ നമസ്കാരം നീ ഒഴിവാക്കുന്നവളല്ലേ പെണ്ണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നീ അല്ലാഹനെ കുറിച്ച് പേടിക്കാത്തവളാ, നീ അല്ലാഹനെ കുറിച്ചിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാ, നീ അല്ലാഹന്റെ അദാബിനെ കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നീ പോയിട്ട് പടച്ചവനോട് തൗബ ചെയ്തോ, പടച്ചവനിലേക്ക് പേടിച്ച് മടങ്ങിക്കോ, പടച്ചവനിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നീ പേടിക്കോ. അല്ലാഹ് പൊരുത്തപ്പെട്ടു തരുന്നതാ, അല്ലാഹ് നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നതാ. ഇനി ഒരിക്കലും ഇതുപോലെ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള വേണ്ടാത്തതൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാരത്തെ നീ ഖളാഅത്തുന്നത്, നിസ്കാരത്തെ നീ ഉപേക്ഷിക്കരുത്, വേണ്ടാത്തതിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഉപദേശം ഹബീബായ നബിതങ്ങളെ പെണ്ണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാ, എത്രയോ വലിയ തെറ്റിന്റെ കൂടാരമാണ് നടത്തുന്നവരാ. അല്ലാഹ് നമുക്കും പൊരുത്തപ്പെട്ടു തരുവേ, അല്ലാഹുവോട് നമ്മൾ പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു തരുന്നു. അല്ലാഹു നമ്മുടെ ചെയ്ത ദോഷങ്ങളൊക്കെ
അല്ലാഹു പൊരുത്തപ്പെട്ടു തരട്ടെ. അങ്ങനെയുള്ള ജീവിതം ജീവിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ. എന്നാലേ നമുക്കുണ്ടാവുള്ളൂ ദുനിയാവും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കണം, ആ ലോകത്തിന്റെ നേതാവിനെ ഇഷ്ടപ്പെടണം. ആ മദീനത്തെ ആ ഒരു പച്ചപ്പുകയുടെ താഴ്ഭാഗത്തിന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നേതാവ് ഇപ്പോഴും കിടക്കുക. എന്നിട്ട് നമ്മളങ്ങനെ നോക്കുക. എല്ലാ വ്യാഴാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലൊക്കെ നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുന്നവരാ. ആ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ചെല്ലുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ ചെല്ലാതെ നടക്കാം. ചെല്ലുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ചെല്ലുന്ന ആളുകൾ ഓരോ സ്വലാത്തിലും ലോകത്തിന്റെ നേതാവിനെ കൊണ്ടുകൊണ്ടിരിക്കുക. പറമ്പൂരിലുള്ള എന്നിട്ട് ഇന്ന വീട്ടിലുള്ള ഇന്ന വ്യക്തി സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ അഡ്രസ്സോട് കൂടിയിട്ട് ആ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന, ഇത് കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിനെ സന്തോഷിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകിയിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകിയിരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാൽ നമുക്ക് തീരൂല. എത്രയോ കാര്യങ്ങളുടെ ചരിത്രങ്ങൾ പറയാൻ, എത്രയോ ഹബീബായ നബി തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ചരിത്രങ്ങളും കഥകളും നമ്മൾ മുന്നിലേക്ക് പറയാനുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത് എത്രയോ മഹത്തുക്കളും അതുപോലെ തന്നെ എത്രയോ മഹാന്മാരൊക്കെ പറഞ്ഞത്. ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് നമ്മൾ പാതിരാത്രി ഇരുന്നു കൊണ്ട് പറഞ്ഞാലും തീരൂല. അത് വർഷങ്ങൾ ഇരുന്നിട്ട് പറഞ്ഞാലും തീരുന്നതല്ല. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ചോ ചിലപ്പോ 1-2 ദിവസം കൊണ്ട് പറഞ്ഞു തീരാൻ. നമുക്കൊക്കെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? നമുക്കൊക്കെ അള്ളാഹു ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നൽകിയത് എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ? എന്താണ് അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം നൽകുന്നത്? ആ ഹബീബായ നബി തങ്ങളുടെ ഒരു അനുയായിയായി ഉമ്മത്തായി അള്ളാഹു ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹു നിലനിർത്തണം. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിൽ തെറ്റി പോകുന്നതിനകത്ത് അള്ളാഹു കാത്തിരക്കട്ടെ. അത് ആകെ കുറച്ചോടൊപ്പം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവസാനിപ്പിക്കാൻ എങ്ങനെയാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കഅബയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന പടച്ചവനെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചവനെ ഞാനൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഞാനൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് നടത്തുന്നുണ്ട്, ഞാനൊക്കെ നിനക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മരിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് മരണപ്പെടാൻ എന്നുള്ളത് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടു പോയി. ഗൾഫിലാണ് ആ സഹോദരൻ ജോലി ചെയ്യുന്നത്. 1 മാസം മാത്രമാണ് ആ സഹോദരൻ പോയിട്ടുള്ളത്. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പോയതാ, കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. കടമുള്ള ഒരു സഹോദരനാണ്. അങ്ങനെയതാ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. പിറ്റത്തെ ദിവസം നോക്കിയപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാ കേൾക്കുന്നത്. അങ്ങനെയുള്ള ജീവിതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങള്. അങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളോ, അങ്ങനെയുള്ള സംസാരങ്ങളാണ് നമ്മുടെ ഓരോ സംസാരങ്ങളോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ ഓർത്തോ, ഇന്നത്തെ ദിവസം നീ മനസ്സിലാക്കുക. ഇന്നത്തോടുകൂടിയിട്ട് ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. യുദ്ധത്തോടുകൂടി അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്നാൽ നമുക്ക് എല്ലാം കൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നതാ. നമുക്ക് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാകുന്നതാ. നമുക്ക് എല്ലാ നിലക്കും ലോകത്തിന്റെ നേതാവിനെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കുന്നതാ. അതെല്ലാം മറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവിന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നതല്ല. അതാണ് നമുക്ക് വേണ്ടത്. ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കണം. ആ ജന്നത്തുൽ മുഅല്ലയിലോ അതുപോലെ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്ന എത്രയോ സ്വഹാബത്തുൽ കിറാമുണ്ട്, ഉമർ തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. അങ്ങനെയുള്ള അബൂ ഹനീഫ റളിയല്ലാഹു തആല പോലെയുള്ള എത്രയോ മഹത്തുക്കളാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ബഹുമാനത്തോടുകൂടിയിട്ട് ചെറുപ്പഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ആ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നേതാവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു തൗഫീഖ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ച് ആ ലോകത്തിന്റെ നേതാവിനെ ഇഷ്ടം പറ്റി ലോകത്തിന്റെ നേതാവ് കാണിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നാളെ മരണപ്പെട്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സുന്നത്തുമായിട്ട് ലോകത്തിന്റെ നേതാവിന്റെ ഹബീബാനിക്ക് നമ്മൾ കാണണ്ടേ. എന്താണ് സുന്നത്ത്? ഒരു സുന്നത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മരണപ്പെടണം. എന്താണ് താടി വെച്ചിട്ട് എന്ത് ചെയ്യണം? മരണപ്പെടണം. ഒരു സുന്നത്താണ്. അതെന്ത് ചെയ്യും? ലോകത്തിന്റെ നേതാവ് നാളെ ഖബറിൽ എല്ലാ ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്ന അല്ലാഹ് ഹബീബായ നബി തങ്ങളെ എല്ലാ ആളുകൾക്കും നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് സത്യനിഷേധിയാവട്ടെ, സത്യവിശ്വാസിയാവട്ടെ, മുസ്ലിം ആവട്ടെ, മറ്റു മതസ്ഥരാവട്ടെ, ആര് മരണപ്പെട്ടു കഴിഞ്ഞാലും ആ ഖബറിലേക്ക് ഒരാളെ കാണിച്ചു തന്നിട്ട് ആ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ഭൂമുഖം കാണിച്ചിട്ട് ചോദിക്കപ്പെടുമെന്ന ഇതാരാണ്? അപ്പൊ നമ്മളെ കൊണ്ട് നാവ് കൊണ്ട് പറയാൻ കഴിയണം, ഇതിന്റെ ലോകത്തിന്റെ നേതാവ് എന്റെ നബിയാണ്, ഞാൻ സ്നേഹിക്കപ്പെട്ട യാ റസൂലല്ലാഹ് എന്നാണ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറയണം. ആ പറയുന്ന സമയത്ത് റസൂലുള്ളാഹി നമ്മുടെ ഈ താടിയിലേക്ക് നോക്കിയിട്ട് താടി കണ്ടിട്ട് സന്തോഷിക്കണം. എന്റെ സുന്നത്തുമായിട്ടാണല്ലോ അവൻ എന്തെങ്കിലും വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഹബീബായ നബിയെ കണ്ടുകൊണ്ട് ചിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. سبحانك لا نحصي ثناء عليك انت كما اثنيت ولك الحمد حتى ترضى. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الاخواتم ويستسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد صلاة تخرجنا من الظلمات الوهم وتكرمنا بنور الفهم وتوضي ما أشكل علينا إنك على كل شيء قدير. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحمين يا ملك الجبار يا سيدنا يا الله ഇവിടെ മജ്‌ലിസിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ പറഞ്ഞതും ഓതിയതും ചൊല്ലിയതും ഹബീബായ നബി തങ്ങളുടെ പേരുള്ള തവസ്സുലാക്കിയതുമൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ മുഴുവൻ സവാബും നീ പിന്നാലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീൻ എല്ലാ അസ്ഹാബുകളുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഇവിടെ പറയപ്പെട്ട ഓരോ ആളുകളും മരണപ്പെട്ടു എന്ന് പറഞ്ഞു അവരുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബിനെ നീ എത്തിക്കണം റഹ്മാനെ. മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനിമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കുടുംബത്തിൽപ്പെട്ടവരുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് ഇതിന്റെ മുഴുവൻ സവാബുകളെയും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതൊക്കെ കണ്ടു സന്തോഷിക്കുന്ന തവരാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ അവരുടെ കബറിലേക്ക് സ്വർഗ്ഗമെന്ന കവാടം തുറന്നു വരണം, തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ പിന്നാലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞ സദസ, അവിടുത്തെ മദൂഹുകൾ പാടിയ സദസ, അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള സദസ നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്.
ഈമാനി സലാമത്താക്കി തരണം റഹ്മാനെ. നിന്റെ ത്വാഅത്തിലായി നിന്റെ പൊരുത്തത്തിലായി നിന്റെ തൃപ്തിയിലായി ജീവിച്ച് മരണപ്പെടുന്ന മുത്തഖീകളുടെയും മുഖ്ലിസീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും കൂട്ടത്തിലെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയിടണമേ അല്ലാഹ്. ഞങ്ങളൊക്കെ പാപികളാണ് റഹ്മാനെ, ഞങ്ങളൊക്കെ ദോഷികളാണ് അല്ലാഹ്. എത്രയോ പാപക്കൂമാരങ്ങളുടെ കൽബാകം അറിയിക്കുകയായ എല്ലാം പൊരുത്തപ്പെട്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, അറിഞ്ഞുകൊണ്ട് ചെയ്ത ദോഷങ്ങളുണ്ട്, അറിയാതെ ചെയ്ത ദോഷങ്ങളുണ്ട്, പരസ്യമായി ചെയ്ത ദോഷങ്ങളുണ്ട്, രഹസ്യമായി ചെയ്ത ദോഷങ്ങളുണ്ട്, വൻദോഷമുണ്ട്, ചെറുദോഷങ്ങളുണ്ട്. പടച്ചോനെ, എല്ലാം പൊരുത്തിനോടെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാനി സലാമത്താക്കി തരണേ അല്ലാഹ്. നിന്നോടുള്ള പേടിയെയും നിന്നോടുള്ള ഇഷ്ടത്തെയും കൽബിലേക്ക് ഉയരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരണപ്പെട്ടു പോകാനുള്ളവരാ, മുസ്ലിമായിട്ട് തന്നെ മരണപ്പെടുകയെന്നുള്ളത് ഞങ്ങൾക്ക് പോലും പറയാൻ സാധ്യമല്ല. പടച്ചവനെ, ഞങ്ങളുടെ മരണം നന്നാക്കണേ അല്ലാഹ്. മുസ്ലിമായിട്ട് തന്നെ മരണപ്പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇസ്ലാമിൽ വ്യതിചലിച്ചു പോകുന്ന പ്രവർത്തനങ്ങളോ ചിന്തകളോ മനസ്സിൽ നിന്നോ നമ്മുടെ പ്രവർത്തിയിൽ നിന്നോ ഒന്നും പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. രാഷ്ട്രീയമായ മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ സ്ഥലങ്ങളിലേക്കും ചിന്തിച്ചു വരട്ടെ. അതിന്റെ ഓരോ അവയവങ്ങളും പൊറുക്കിയെടുക്കുന്ന മരണം ചെറുതാകാനാണ്. അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെല്ലാവരും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ അനാഥരാക്കരുതേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ യതീമാക്കരുതേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരുടെ വീടുകളും പവിത്രവും നൽകണേ അല്ലാഹ്. കേടുവാളുന്നതിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗമുള്ളവരുണ്ട് റഹ്മാനെ, ക്യാൻസർ എന്ന രോഗമുള്ളവരുണ്ട് അല്ലാഹ്. എത്രയോ ആളുകളുടെ ക്യാൻസറാണ്. ഇന്നും ഒരു സഹോദരൻ വന്നിട്ട് പറയുകയാണ് ക്യാൻസറാണെന്ന്. അല്ലാഹുവേ, ക്യാൻസർ എന്ന രോഗത്തിനെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. ക്യാൻസർ എന്ന രോഗമുള്ളവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ. രോഗത്തിനെ തൊട്ട് നീ കാക്കണം അല്ലാഹ്. കണ്ണ് സംബന്ധമായ രോഗത്തിനെ തൊട്ട് നീ കാക്കണം അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ രോഗത്തിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്കാർക്കും ബ്ലോക്ക് വരരുത് റഹ്മാനെ. ബ്ലോക്കിനെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ശരീരമാസങ്ങളും വേദന കൊണ്ട് പൊടിയുന്ന എത്രയോ രോഗികളുണ്ട്. കാൽമുട്ടിന് വേദനയുള്ളവരുണ്ട്, കൈമുട്ട് വേദനയുള്ളവരുണ്ട്, കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട് റഹ്മാനെ. പല്ല് വേദനയുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാഹ്. പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. മരുന്നിന് അടിമപ്പെടുത്തരുതേ അല്ലാഹ്. മരണം വരെ മരുന്ന് കുടിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ ആളുകളാണ് വസിയത്ത് ചെയ്തത്. അവരുടെ എല്ലാവരുടെയും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഒരു സഹോദരന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരുടെയും എല്ലാ
ആശയാക്കി കൊടുക്കണേ അല്ലാ. രോഗമുള്ള ഉമ്മമാരുണ്ട്, രോഗമുള്ള ഉമ്മമാരുണ്ട്, എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ശിക്ഷ കൊടുക്കണം റഹ്മാനെ. പ്രത്യേകമായി നമ്മുടെ ഈ ഒരു മജ്‌ലിസിന് നേതൃത്വം കൊടുത്ത ഉസ്താദിന്റെ ഉമ്മക്ക് അസുഖമാണെന്ന് പറഞ്ഞു ഉസ്താദിന്റെ ഉമ്മയുടെ അസുഖം ശിക്ഷ കൊടുക്കണേ അല്ലാ. പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഓരോ ഉമ്മമാരുടെയും രോഗങ്ങളൊക്കെ ശിക്ഷ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാരെ ശിക്ഷ നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്നെ അറിയുന്ന ആ സമയം മുതൽ എനിക്ക് പരിചയമുള്ള ആ സമയം മുതൽ ഈ പള്ളിയുമായിട്ട് എത്രയോ പരിപാലനം നടത്തിയ സഹോദരനാണ് അദ്ദേഹം കച്ചവടം നടത്തുന്നത്. സ്വീകരിക്കണം മക്കളെ, അദ്ദേഹം സ്വീകരിക്കണേ അദ്ദേഹത്തിന്റെ രോഗം കൊടുക്കണേ അല്ല. എന്ത് രോഗമാണെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഉന്നതങ്ങളെ പറഞ്ഞ സദസ്സോദരങ്ങളെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അസുഖം ക്ഷമിക്കണേ അല്ല. പ്രത്യേകമായിട്ട് എത്രയോ ടെസ്റ്റുകൾ നടക്കണമെന്ന് പറഞ്ഞു ടെസ്റ്റുകളൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കണേ അല്ല. ആരോഗ്യം കൊടുക്കണേ അല്ല. അതുപോലെ നമ്മുടെ സദസ്സിൽ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ആളുകളുണ്ട്, ഈ പള്ളിയുമായി സഹകരിക്കുന്നവരുണ്ട്. സ്വീകരിക്കണേ അല്ല. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന യുവാക്കളുണ്ട്. ഒന്ന് മുതൽ ഈ ദിവസം വരെ ഈ പള്ളിയിൽ നടത്തിയിട്ടുള്ള യുവാക്കളുണ്ട്. സ്വീകരിക്കണേ അല്ല. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണം ഭഗവാനാണ്. ഇരുലോകത്തും വിജയമുള്ള പ്രവർത്തനത്തെ കിട്ടി കൊടുക്കണം ഭഗവാനാണ്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ചു കൊടുക്കണം ഭഗവാനാണ്. ഇവിടെ കൂടി അവർക്ക് എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കുന്നവരാ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ. ഈ സദസ്സിലേക്ക് എത്രയോ ആളുകളാണ് സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അരിയായി നൽകിയവരുണ്ട്, മാംസം നൽകിയവരുണ്ട്, അതിന്റെ ഓരോ അംഗത്തിന്റെ പക്കത്തിലേക്ക് പിരിവുകൾ നടത്തിയവരുണ്ട്, അതുപോലെ സംഭാവനകൾ നൽകിയവരുണ്ട്, ഹദിയ നൽകിയവരുണ്ട്. ഈ സമയത്ത് പോലും ഈ സദസ്സിലേക്ക് എത്രയോ ആളുകളാണ് ഹദിയ നൽകിയത്. സ്വീകരിക്കണേ അവരുടെ എല്ലാ ആപത്തും മുസീബത്തുകളെ തൊട്ട് അവരെ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അതുപോലെ സദസ്സിലേക്ക് ഭക്ഷണം നൽകിയ സഹോദരനെ അല്ലാഹുവേ വിദേശത്താണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും അദ്ദേഹത്തിന്റെ ജോലിയിലും അദ്ദേഹത്തിന്റെ ബിസിനസ്സിലോ മക്കളിലും ഭാര്യയിലും മാതാപിതാക്കളിലും അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണം റഹ്മാനേ. ആ സഹോദരനെയും സഹോദരന്റെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്, ഗർഭധരിച്ച സ്ത്രീകൾക്ക് സുഖപ്രസവം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പ്രായമെത്തിയവർക്കൊക്കെ അനുയോജ്യമായ ഇലകളെ എത്തിക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം റഹ്മാനേ. മക്കളുള്ളവർക്ക് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. എല്ലാവർക്കും കൊണ്ടുകൂടി മക്കളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നവരുടെ ഞങ്ങൾക്കാർക്കും മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കളാക്കണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ സഹോദരന്മാരുണ്ട്. ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ ജോലിയില്ലാതെ റോഡിലിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, നാട്ടിലും ജോലിയില്ലാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ ജോലിയെ നീ എത്തിക്കണം റഹ്മാനേ. അതുപോലെ വർഷങ്ങളായി വിദേശ രാജ്യത്ത് പോയിട്ട് ഇതുവരെ നാട്ടിലേക്ക് പോലും തിരിച്ചെത്താൻ പറ്റാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള എല്ലാ മാർഗങ്ങളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്.
സദസ്സിനെ കബൂലാക്കണമേ അല്ലാഹ്. പ്രത്യേകമായിട്ട് നമ്മുടെ സംഘാടകരിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ ചേർത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ സാധനങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ആ ഉടമകൾ മനസ്സിലാണ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയച്ചു വന്നു. അല്ലാഹുവേ മരിച്ചവനെ ആ സഹോദരന്റെ ആ ചെറുപ്പക്കാരന്റെ പ്രയാസങ്ങളൊക്കെ നീ ചേർത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ തങ്ങളുടെ പറഞ്ഞ സദസ്സ പടച്ചവനെ ഞങ്ങളൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് ആ ശാഖാക്കപ്പെട്ട തിന്മകം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എത്രയോ ആളുകളാണ് തിന്മകം കണ്ടത്, എത്രയോ ആളുകളാണ് കണ്ടവരെ ഞങ്ങളും കണ്ടത്. ആ കണ്ണിനോടും ശാഖാക്കപ്പെട്ടതാ ആ കണ്ട പെണ്ണിനോടും അല്ലാഹു ബഹുമാനിച്ചതാ. പടച്ചോനെ ഞങ്ങൾക്കും പിന്നാലെ തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് നിന്നോടിയായിട്ട് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് നിന്നോടിയായിട്ട് പരിശുദ്ധമായ മക്കയിലും മദീനയിലേക്കും ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. മദീനയിൽ ചെന്നിട്ട് ആ പിച്ചക്കുട്ടയുടെ സമീപത്ത് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ചെല്ലാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. പിന്നാലെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. പിന്നാലെ പൊരുത്തം നൽകണേ അല്ലാഹ്. പിന്നാലെ സ്നേഹം നൽകണേ അല്ലാഹ്. പിന്നാലെ അനുസരിച്ച് സ്നേഹിച്ചവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. പിന്നാലെ സുഖലോക സൗരത്തിൽ പ്രകടിപ്പിക്കണം റഹ്മാനേ. പിന്നാലെ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. പിന്നാലെ കൈക്കുള്ള കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. അതുപോലെ തന്നെ കൂടെ കൊല്ലപ്പെട്ടുപോയി വയ്യാന്ന് പറഞ്ഞു അല്ലാഹുവേ ആ പാവയുടെ കബറിൽ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. കബറ് വിശാലം നൽകണേ അല്ലാഹ്. അങ്ങനെ എത്രയോ ആളുകളാണ് മരണമടഞ്ഞത്. അവർ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. അവരൊക്കെ വല്ല അദാബുകളും കബറിനുള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അദാബുകളിൽ ഉയർത്തണം റഹ്മാനേ. ഞങ്ങളൊക്കെ മരണപ്പെട്ടു പോകാനുള്ളവരാ. എവിടെ വെച്ചാൽ ഞങ്ങളുടെ മരണം ഞങ്ങൾക്കറിയൂല, എങ്ങനെയാണ് ഞങ്ങൾ കഴിയൂല. ഇന്ന് ഞങ്ങൾ സദസ്സൊക്കെ കഴിഞ്ഞു പോയി ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുമ്പോഴാ ഞങ്ങളുടെ റൂഹ് പിടിക്കുക എന്നുള്ളത് പോലും ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. കാമിലാക്കി തരണേ. മരിക്കുന്ന സമയത്തിലാ എന്ന അനുസരിച്ച് ഞങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ വന്നുകൊണ്ട് നല്ല ദിവസത്തിലോ നല്ല സമയത്തിലോ ഞങ്ങളുടെ മശായിഖന്മാരെ കണ്ടുകൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ. ജീവിച്ചിരിക്കുന്നവരുടെ ഉസ്താദുകൾക്ക് നൽകണേ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. എല്ലാവരും അതിനുള്ള തൗഫീഖ് കൊടുക്കണേ. ഖബർ വിശാലമാകണേ. നാളെ ഞങ്ങളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, അവിടുന്ന് ചോദ്യങ്ങളുണ്ട്. ഒക്കതായ ഉത്തരങ്ങൾ പറയാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. അവിടുന്ന് ശറഫാകപ്പെട്ട പിന്നാലെ ഞങ്ങളെ കാണിച്ചു തരുന്നതാ. പടച്ചോനേ ഈ നാവുകളുടെ ഹബീബായ നബികളുടെ പേര് പറയാനുള്ള ഭാഗ്യം നൽകണേ. ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. പിന്നാലെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. സ്വർഗ്ഗവാനം മലായികതീകളുടെ കൈ പിടിച്ചുകൊണ്ട് പിന്നത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. പ്രത്യേകമായിട്ട് ഈ സദസ്സെടുക്കാൻ വേണ്ടിയിട്ട് ആ മഴ പെയ്യുന്ന സമയത്ത് വളരെയേറെ ത്യാഗത്തോടുകൂടി ആ സദസ്സൊരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്, യുവാക്കളുണ്ട്. അവരുടെ പ്രവർത്തനം സ്വീകരിക്കണേ. അവരുടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ.
അവരുടെ കച്ചവടത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണമല്ല, അവരുടെ പ്രവർത്തനത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണമല്ല, അവരുടെ കുടുംബത്തിലൊക്കെ നീ ഹൈർ നൽകണമല്ല, സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല, സാഹിബിയുടെ സുഹൃത്തുക്കൾ കാക്കണം റഹ്മാനെ, വാലിബിയുടെ മുന്നിലത്തൊട്ട് കാക്കണം ഹസബിയുടെ ഹസബിലത്തൊട്ട് കാക്കണം എല്ലാവരുടെ കണ്ണിലത്തൊട്ട് കാക്കണം റഹ്മാനെ, മുസ്ലിങ്ങളുടെ ഫസാദിലത്തൊട്ട് കാക്കണം എല്ലാ ശത്രുക്കളുടെ ശത്രുതകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ പ്പെട്ട ഇബ്ലീസിന്റെ എന്തൊക്കെ കുതന്ത്രങ്ങളുണ്ടോ ആ കുതന്ത്രങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ. മജ്‌ലിസിനെ നീ കബൂലാക്കണേ, ഈ മജ്‌ലിസിനെ നീ തട്ടിക്കളയരുതേ, ഈ മജ്‌ലിസ് നോക്കാത്ത രൂപത്തിലേക്ക് നീ എത്തിക്കരുതേ. വരുന്ന വർഷവും ഇതിനേക്കാളും നല്ല ഭംഗിയായി കഴിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ, അതിനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, ഈ സദസ്സിനെ നീ കബൂലാക്കണം റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، لا حول ولا قوة إلا بالله العلي العظيم. اللهم وسع سيرنا وعسير من أوصانا بالدعاء، وأد ديوننا وديون من أوصانا بالدعاء، وبلغ أعمالنا وآمال من أوصانا بالدعاء، وحسن مرادنا ومراد من أوصانا بالدعاء، واشف أمراضنا وأمراض من أوصانا بالدعاء، يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا برحمتك يا أرحم الراحمين. صلى الله عليه وسلم على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد وسلم.